1982 ഇന്ദിരാഗാന്ധിയാണ് അവസാനമായി ജിദ്ദ സന്ദർശിച്ച ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി. സൗദി അറേബ്യയിൽ ഒരു പുതിയ ചരിത്രം സൃഷ്ടിക്കാൻ ഒരുങ്ങുകയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി മോദി. 4 പതിറ്റാണ്ടിലേറെയായി പ്രശസ്തമായ സൗദി നഗരം ജിദ്ദ സന്ദർശിക്കുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാവുകയാണ് മോദി. അദ്ദേഹത്തിന്റെ മുൻ സന്ദർശനങ്ങളെല്ലാം രാജ്യത്തിന്റെ തലസ്ഥാനമായ റിയാദിലേക്കായിരുന്നു. സൗദി അറേബ്യയുടെ കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാന്റെ ക്ഷണപ്രകാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സൗദി അറേബ്യയിലേക്ക് 2 ദിവസത്തെ സന്ദർശനത്തിനായി പുറപ്പെട്ടു. ജദ്ദയിലെത്തുന്ന അദ്ദേഹം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ആഴത്തിലാക്കാനും ശക്തിപ്പെടുത്താനും സൽമാൻ രാജകുമാരനുമായി കൂടിക്കാഴ്ച നടത്തുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യയ്ക്കുള്ള റിയാദിലെ $100 ബില്യൺ നിക്ഷേപ പദ്ധതി, ഊർജ്ജം, പ്രതിരോധം, മറ്റ് നിക്ഷേപങ്ങൾ എന്നിവയിലെ സഹകരണം ഇരു നേതാക്കളും ചർച്ച ചെയ്തേക്കുമെന്നാണ് വിവരം. സാമ്പത്തിക, പ്രതിരോധ, സാംസ്കാരിക തലങ്ങളിലുള്ള സമഗ്രമായ തന്ത്രപരമായ പങ്കാളിത്തത്തിലേക്കുള്ള ബന്ധം തുടങ്ങി ഇന്ത്യ സൗദി ബന്ധങ്ങളിലെ ശ്രദ്ധേയമായ പരിവർത്തനത്തെ ഈ ഒരു ഉന്നതതല സന്ദർശനം അടിവരയിടുന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ഇടപെടലുകൾ ശക്തമാക്കുന്നതിനിടയിലാണ് ഈ ഒരു സന്ദർശനം വരുന്നത്. കഴിഞ്ഞ വർഷം ഇന്ത്യ സൗദി അറേബ്യയിലേക്ക് 11 മന്ത്രിതല സന്ദർശനങ്ങളാണ് നടത്തിയത്. ലോകം, പ്രത്യേകിച്ച് പശ്ചിമേഷ്യ സാമ്പത്തിക സംഘർഷങ്ങൾ മൂലം കൂടുതൽ വഷളായ സംഘർഷങ്ങൾ നേരിടുന്ന സാഹചര്യത്തിൽ മോദിയുടെ സൗദി അറേബ്യ സന്ദർശനം ജിയോ പൊളിറ്റിക്കൽ ഓർഡറിന് വളരെ നിർണായകമാണ്. ഡൊണാൾഡ് ട്രംപിന്റെ US ഭരണകൂടം ഏർപ്പെടുത്തിയ തീരുവകൾ, ഇതിന് ഇതര വിപണികൾക്കായി സഖ്യകക്ഷികളുമായുള്ള വ്യാപാര ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്താൻ രാജ്യങ്ങളെ നിർബന്ധിതരാക്കിയ സാഹചര്യത്തിലാണ് ഈ ഒരു സന്ദർശനം വരുന്നത്. ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന 2 സമ്പദ് വ്യവസ്ഥകളാണ് ഇന്ത്യയും സൗദി അറേബ്യയും. ഗ്ലോബൽ സൗത്തിലെയും അതുപോലെ G20യിലെയും അംഗങ്ങൾ എന്ന നിലയിൽ ജിയോ പൊളിറ്റിക്കൽ ഓർഡറിനെ സ്വാധീനിക്കാൻ ഇരു രാജ്യങ്ങൾക്കും കഴിവുണ്ട്. പ്രധാനമന്ത്രി മോദിയും സൗദി കിരീടാവകാശി സൽമാനും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ, യുക്രൈനിയൻ പ്രസിഡന്റ് വൊളോഡിമിർ സെലൻസ്കി എന്നിവരുമായി നല്ല ബന്ധത്തിലുമാണ്. ഇതെല്ലാം ലോകത്തിന് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. ജദ്ദയിൽ നടക്കുന്ന തന്ത്രപരമായ പങ്കാളിത്ത കൗൺസിലിന്റെ യോഗത്തിൽ മോദിയും സൗദി അറേബ്യയുടെ കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ മുഹമ്മദ് ബിൻ സൽമാൻ അധ്യക്ഷത വഹിക്കുമെന്ന് സൗദി അറേബ്യയിലെ ഇന്ത്യൻ അംബാസിഡർ സുഹേൽ അജാസ് അറിയിച്ചു. 2019 കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാന്റെ ഇന്ത്യ സന്ദർശന വേളയിലാണ് കൗൺസിൽ സ്ഥാപിതമായത്. ചെങ്കടൽ തീരത്ത് സ്ഥിതി ചെയ്യുന്ന വാണിജ്യ കേന്ദ്രമായ ജിദ്ദ റിയാദിന് ശേഷം സൗദി അറേബ്യയിലെ 2ാമത്തെ വലിയ നഗരമാണ്. ഇസ്ലാമിലെ 2 പുണ്യ നഗരങ്ങളും വാർഷിക ഹജ്ജ് തീർത്ഥാടന കേന്ദ്രങ്ങളുമായ മെക്കയിലേക്കും മദീനയിലേക്കുമുള്ള കവാടം എന്ന നിലയിലും ജിദ്ദ പ്രധാനമാണ്. കൂടിക്കാഴ്ചകൾക്ക് ശേഷം ഗ്രീൻ ഹൈഡ്രജൻ ഉൾപ്പെടെയുള്ള നിരവധി ധാരണാപത്രങ്ങളിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവെക്കുമെന്ന് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി അറിയിച്ചു. ഒപ്പം പ്രതിരോധ സഹകരണം കൂടുതൽ ആഴത്തിലാക്കാനും സാമ്പത്തിക ബന്ധം വികസിപ്പിക്കാനും സാധ്യതയുണ്ട്. നിലവിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം ഏകദേശം $43 ബില്യൺ ആണെന്നും അദ്ദേഹം പറഞ്ഞു. സൗദി അറേബ്യ ഇന്ത്യയുടെ 5ാമത്തെ വലിയ വ്യാപാര പങ്കാളിയാണ്. സൗദി അറേബ്യയിൽ താമസിക്കുകയും ജോലി ചെയ്യുകയും ചെയ്യുന്ന 27 ലക്ഷം ഇന്ത്യക്കാരുണ്ടെന്നാണ് കണക്കുകൾ. മതപരവും ജീവകാരുണ്യപരവുമായ ആവശ്യങ്ങൾക്കായി സംഭാവന ചെയ്യുന്ന മുസ്ലിങ്ങളുടെ ഉടമസ്ഥതയിലുള്ള സ്വത്തുക്കൾ നിയന്ത്രിക്കുന്ന പതിറ്റാണ്ടുകൾ പഴക്കമുള്ള വഖഫ് നിയമങ്ങളിൽ വരുത്തിയ മാറ്റങ്ങളെ ചൊല്ലി ഇന്ത്യയിലെ സർക്കാർ പ്രതിഷേധങ്ങൾ നേരിടുന്ന ഒരു സമയത്താണ് സൗദി അറേബ്യ മോദി സന്ദർശിക്കുന്നത്. എന്തായാലും 4 വർഷങ്ങൾക്ക് ശേഷമാണ് മോദി ഒരു ഗൾഫ് രാഷ്ട്രം സന്ദർശിക്കുന്നത്. മോദിയുടെ ഇന്ത്യ സന്ദർശനം ആഗോള വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനുള്ള ഒരു പ്രധാന അവസരം നൽകുമെന്ന് ഉറപ്പാണ്. പശ്ചിമേഷ്യയിലെ സ്ഥിതി, ഇസ്രായേൽ പലസ്തീൻ സംഘർഷം, ഹൂതി ആക്രമണങ്ങൾ മൂലം സമുദ്ര സുരക്ഷയ്ക്കുള്ള ഭീഷണികൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നുവെന്ന് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി കഴിഞ്ഞ ആഴ്ച ഒരു പ്രത്യേക പത്രസമ്മേളനത്തിൽ പറയുകയും ചെയ്തിരുന്നു.